ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനെന്ന് പറയുമ്പോൾ നമ്മുടെ ജാസ്മിൻ ഇന്നലെ ലാലേട്ടനോട് പറഞ്ഞ ഒരു കാര്യമാണ്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടാണ്. എന്താണത്? ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകും. വേറൊന്നുമല്ല, ലാലേട്ട ഇവിടെ പലരും നേരത്തെ പറഞ്ഞു വെച്ചാണ് ഗെയിം കളിക്കുന്നത്. നീ എന്നെയും തുടരില്ല, ഞാൻ നിന്നെയും തുടത്തില്ല എന്നുള്ള ധാരണയിലാണ് ഗ്രൂപ്പായിട്ടാണ് ഇവർ ഗെയിം കളിക്കുക എന്നാണ് ജാസ്മിൻ പറഞ്ഞത്. സത്യമാണ് ജാസ്മിൻ ഇന്നലെ പറഞ്ഞത്. അവരെന്നലെ നന്നായിട്ട് അവർ ഗ്രൂപ്പായിട്ട് കളിക്കുന്നതാണ്. ഗ്രൂപ്പ് കളിച്ച് മിക്കപ്പോഴും സായി വിട്ടുകൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരുടെ ഗ്രൂപ്പിലുള്ള ആളുകളെ മാത്രം അവർ ഇതാക്കുക, മറ്റുള്ളവരെല്ലാം അവർ പുറത്താക്കുക. കൂടുതലും ഗ്രൂപ്പ് കളിക്കുന്ന നമ്മുടെ സിജോ, സായി, നന്ദന, അഭിഷേക്, ഇത്രയും പേരാണ്. അവരുടെ ഗ്രൂപ്പിന്റെ പരമായിട്ടാണ് അഭിഷേക് ഇപ്പം ടോപ്പ് 1-ലേക്കുള്ള ഇത് കിട്ടിയത്, ഫിനാലയിലേക്ക് ടിക്കറ്റ് കിട്ടിയത്. ബാക്കി ഇൻഡിവിജ്വലായിട്ട് വളരെ നല്ല പോലെ ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്ന ഒരുപാട് പേരുണ്ട് അവിടെ ഒറ്റയ്ക്ക്. അവരെയൊക്കെ വെറുതെ മണ്ടന്മാരൊക്കെ അല്ലേ ഇവർ ചെയ്യുന്നത്. സത്യമാണിത്. ജാസ്മിൻ ഇന്നലെ പറഞ്ഞ ആ ലാലേട്ടനോട് പറഞ്ഞ കാര്യത്തിനോട് ഞാൻ 100% യോജിക്കുകയാണ്. ഇങ്ങനെയല്ല നമ്മൾ ഗെയിം കളിക്കുന്നത്. ഗെയിം കളിക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കണം. അതാണ് ഒരു ആണത്വം എന്നൊക്കെ പറയുന്നത്. ഇത് വെറുതെ ഗ്രൂപ്പ് കൂടിയിട്ട്, അതും ഇവരുടെ ഗ്രൂപ്പ് മറ്റേ അപ്പുറം എതിർച്ചേരിയിലുള്ളവരൊക്കെ വെറും ദുർബലരായിട്ട് ഹെൽത്തിലൊക്കെ അവർക്ക് അത്ര ഫിസിക്കൽ ഇതല്ല. ജാസ്മിനോ നോറയോ ശ്രീതുവോ അവരൊന്നും അത്ര ഇതുള്ളതല്ല. പിന്നെയും വലിയ കുഴപ്പമില്ലാതെ ഗെയിം കളിക്കുന്നുണ്ട് അർജുൻ. ഇവരുമായിട്ട് ഏതാണ്ട് ഒരു ഇതിലാണ് ഒരു ധാരണയായത്. പിന്നെ മുടിയൻ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. പുള്ളി ഒറ്റയ്ക്കാണ് ഗെയിം കളിക്കുന്നത്. ജാസ്മിൻ ഒറ്റയ്ക്കാണ്, ജിൻഡോ ഒറ്റയ്ക്കാണ്. ഇപ്പോൾ ഗെയിം ജിൻഡോ കുറച്ചൊക്കെ ഗ്രൂപ്പിൻ്റെ ഒക്കെ ഭാഗമായിരുന്നു ആദ്യകാലങ്ങളിൽ. ഇപ്പം ജിൻഡോ ഒറ്റയ്ക്കാണ് ഗെയിം കളിക്കുന്നത്. നോറ ഒറ്റയ്ക്കാണ് ഗെയിം കളിക്കുന്നത്. നമുക്ക് തന്നെ കാണുമ്പോൾ ഇത് എന്തുവാടേ ഇത് എന്ന് നമുക്ക് തന്നെ തോന്നുന്നുണ്ട്. ജാസ്മിൻ പറഞ്ഞതുകൊണ്ട് 100% യോജിക്കുക. നിങ്ങൾ ഇന്നലെ ജാസ്മിൻ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? നിങ്ങളുടെ കമൻറ്റ് നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യേണ്ട ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു ബേബി.